അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു വേറിട്ട സെഷനിലാണ് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത്. ജൂൺ 11, 12 തീയതികളിലായി നടക്കേണ്ടിയിരുന്ന സർവീസിലെ അധ്യാപകർക്കുള്ള കേട്ടറ്റ് അത് ഓഗസ്റ്റ് 8, 9 തീയതികളിലേക്ക് മാറ്റിയ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും. ഈ കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് പ്രത്യേകം സൗജന്യമായി തയ്യാറാക്കിയിട്ടുള്ള 5 ഫ്രീ വെബിനാറുകളുടെ ഒരു ആരംഭമാണ് ഇന്ന്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഷെഡ്യൂൾ അനുസരിച്ച് ജൂലൈ 11 ആകുമ്പോഴേക്കും ഈ 5 സെഷനും തീരേണ്ടതായിരുന്നു. ഷെഡ്യൂൾ മാറ്റിയപ്പോൾ ഷെഡ്യൂൾ വരെ ഓഗസ്റ്റ് 8, 9 തീയതി വരെയുള്ള ഓരോ ശനിയാഴ്ചകളിലുമാണ് ഈ 5 സെഷനുകൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ പെഡഗോജിയാണ്. പെഡഗോജിയുടെ 2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. ഇനി അടുത്ത ഈ സെഷൻ, അത് അടുത്ത ശനിയാഴ്ച സൈക്കോളജിയുടെ സെഷനാണ്. പിന്നീട് ഇംഗ്ലീഷിന്റെ സെഷൻ, മലയാളത്തിന്റെ സെഷൻ, പിന്നെ ബലാഗ അറിവ്. ഇങ്ങനെ പ്രധാന ഏരിയകളിൽ നിന്നുള്ള 5 പ്രധാന ഏരിയകൾ അധികരിച്ചാണ് നമ്മുടെ സെഷനുകൾ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യം, ഈ 5 സെഷനുകളും സൗജന്യ സെഷനുകളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇതുപോലെ കേട്ടിട്ട് കരകയറാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം. ഇനി ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്കൊക്കെ പറ്റുമെങ്കിൽ ആ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാം. അതോടൊപ്പം ഇൻഷാല്ല ഇതിന്റെ വീഡിയോ റെക്കോർഡും അതോടൊപ്പം ഇതിന്റെ നോട്ട്സും നമുക്ക് ഈ ലിങ്ക് കിട്ടിയ ഗ്രൂപ്പിൽ തന്നെ 24 മണിക്കൂറിനകം വരുന്നതുമാണ്. എങ്ങനെയെങ്കിലും നമ്മൾ ഈ പരീക്ഷയെ അഭിമുഖീകരിച്ച് പരീക്ഷ പാസ്സാവണം എന്ന ഉദ്ദേശത്തിന്റെ ബലത്തിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാധാരണ കേട്ടറ്റ് പരീക്ഷ അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു 5 6 സെഷനുകളും നടത്താറുമുണ്ട്. ഏതായാലും കൂടുതൽ ആമുഖത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ് സൂചിപ്പിച്ച പോലെ പെഡഗോജിയുടെ ക്ലാസ് ആണ്. നമ്മുടെ ചോദ്യപേപ്പറിൽ ഒരു നല്ലൊരു ഭാഗം തന്നെ സാധാരണ പെഡഗോജിക്ക് ചോദ്യപേപ്പറിൽ ചോദ്യം നിർമ്മിക്കുന്ന ആളുകൾ നീക്കി വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഭാഗം ചോദ്യം പെഡഗോജിയുടേതാണ്. അപ്പൊ അതുകൊണ്ട് പല തിയറികളും ആ ഭാഗത്തുനിന്ന് നമുക്ക് പഠനത്തിന്റെ സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് ആ ഏരിയകളിലൂടെയൊക്കെ ചർച്ചകളോടുകൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇവിടെ നടക്കുക. നിങ്ങൾക്ക് സംശയങ്ങൾ അനുവദിക്കുന്ന സമയത്തിനനുസരിച്ച് ആരോഗ്യകരമായ ചർച്ചകളിലൂടെ ദൂരീകരിക്കാനുള്ള ഒരു അവസരവുമുണ്ട്. എല്ലാവരും അത് കൂടി ഉപയോഗപ്പെടുത്തണം എന്ന് സൂചിപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഇവിടെ കൊണ്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ശ്രമിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, ഇതിൽ പല ആളുകളുണ്ട്. നമ്മുടെ കേട്ടറ്റ് പഠിതാക്കളുണ്ട്. കേട്ടറ്റിന്റെ നിലവിലെ ഫീസ് വാങ്ങി പഠിക്കുന്ന ഗ്രൂപ്പുകളിൽ ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. കേട്ടറ്റ് പരീക്ഷ അല്ലാതെ മറ്റു പരീക്ഷകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളെയും, ഫോക്കസിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി ഒരിക്കൽ കൂടി ഫോക്കസ് അക്കാദമിയിലേക്ക്, അതോടൊപ്പം ഈ ലൈവ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ സീനിയർ ടീച്ചറാണ്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിരവധി ലൈവ് സെഷനുകൾ പെഡഗോജി സംബന്ധമായിട്ട് ടീച്ചർ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഷനിലേക്ക് ടീച്ചറെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ്സിന് നേതൃത്വം നൽകാൻ വേണ്ടി ടീച്ചറോട് അഭ്യർത്ഥിച്ച് എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു ലിങ്ക് ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്താൽ അതിന്റെ പുണ്യം ലഭിക്കും എന്നുണ്ടെങ്കിൽ അതുകൂടി ഷെയർ ചെയ്യുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? സൗണ്ട് ഓഡിയബിൾ അല്ലേ? ഓക്കേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കേട്ടറ്റ് PYQ ഡിസ്കഷൻ ആണ്. 2025 ജനുവരി കാറ്റഗറി 3
ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിലെ പെഡഗോജി സെഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാ ഫസ്റ്റ് തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ മാക്സിമം PYQ ചെയ്യാം. ചില ക്വസ്റ്റ്യൻസിൽ ചില ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായി കാണുന്നുണ്ട്. അപ്പം നമ്മൾ 2022-23 ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ അവിടെ തിയറീസ് നമുക്കറിയാം, ലേണിംഗ് തിയറീസ്, ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, അങ്ങനെയുള്ള കുറെ തിയറീസ് ഉണ്ട് നമ്മളെ സിലബസിൽ. അതിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 2024-25 ഈ ഒരു ടൈം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും അതല്ലാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ടീച്ചിങ് എയ്ഡ്സ്, ഇവാലുവേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം മാക്സിമം നമ്മൾ സിലബസ് മൊത്തം കവർ ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പം ഇതിൽ 2025 ജനുവരി കാറ്റഗറി 3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലൈസത്ത് മിൻ വലാഇഫി അൽലുഅ ഇൻദ ഉലമാഇ നഫ്സ്. ലൈസത്ത് മിൻ വലാഇഫി ലുഅ ഇൻദ ഉലമാഇ നഫ്സ്. നമുക്കറിയാം ഭാഷന്റെ വലാഇഫ് ലുഅ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഫംഗ്ഷൻ ആണ് വരുന്നത്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ലാംഗ്വേജിന്റെ ഫംഗ്ഷൻസിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് അൽ വലീഫത്തു അൽ സക്കാഫിയ, സെക്കൻഡ് വരുന്നത് അൽ വലീഫത്തു അൽ ഫിക്രിയ, തേർഡ് വരുന്നത് അൽ വലീഫത്തു അൽ ഇജ്തിമാഇയ, ഫോർത്ത് വരുന്നത് അൽ വലീഫത്തു അൽ മാലിയ. ഇതിൽ ഏതാണ് ലാംഗ്വേജിന്റെ ഫംഗ്ഷൻസിൽ പെടാത്തത്? ഇതിന്റെ ആൻസർ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഡി അല്ലേ? കറക്റ്റ്, ഡി. അതെ. അപ്പൊ നമുക്കിതിന്റെ ഓപ്ഷൻസ് നോക്കിയാൽ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ, തവാസുല്, അതിന്റെ ഒരു അദാത്താണ് അല്ലുഅ. നമുക്കറിയാം മനുഷ്യന്മാരും ജീവികളും തമ്മിൽ അൽ ഇൻസാനു ഹൈവാനും നാത്തിക്കും എന്നാണ് പറയുന്നത്. മനുഷ്യരും ഹൈവാനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ലുഅ. അപ്പം ലുഅയുടെ ഫങ്ഷൻസിൽ പെട്ടതാണ് തവാസുല്. പിന്നെ ഇതിൽ എ ഓപ്ഷൻ വരുന്നത് അൽ വലീഫത്തു സക്കാഫിയ, കൾച്ചറൽ ഫങ്ഷൻ. നമുക്കറിയാം നമ്മളെ ലാംഗ്വേജിലൂടെ നമുക്ക്, അല്ലെങ്കിൽ തവാസിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് സക്കാഫിയായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ബി വരുന്നത് അൽ വലീഫത്തുൽ ഫിക്രിയ, ഇന്റലക്ച്വൽ ഫങ്ഷന്. സി വരുന്നത് അൽ വലീഫത്തുൽ ഇജ്തിമാഇയ, സോഷ്യൽ ഫങ്ഷൻ. ഡി വരുന്നത് അൽ വലീഫത്തുൽ മാലിയ, എക്കണോമിക് ആണ്. അപ്പൊ അതിന്റെ ഈ ABC വലൈഫുൽ ലുഅ ആണ് വരുന്നത്. ഡി ആണ് വലീഫത്തുൽ ലുഅയിൽ പെടാത്തത്. അപ്പൊ എന്താണ് വലൈഫുൽ ലുഅ? ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഹിയൽ അഅറാദ് അല്ലദി തുസ്തഖദമു ലുഅ മിൻ അജ്ലിഹ ഫി തവാസുൽ. നമ്മൾ ഭാഷ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തിനെയാണ് നമ്മൾ വലൈഫുൽ ലുഅ എന്ന് പറയുന്നത്. ഈ കുറെ വലൈഫുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ വലീഫത്തു തഫാഉലിയ, ഇന്ററാക്ഷൻ, അൽ വലീഫത്തു സക്കാഫിയ, അൽ വലീഫത്തു അൽ ഫിക്രിയ, അൽ വലീഫത്തു തവാസുലിയ, അൽ വലീഫത്തു അൽ ഇജ്തിമാഇയ, അൽ വലീഫത്തു തൻലീമിയ വഗൈറുഹ. അപ്പം ഭാഷ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തിനാണ് നമ്മൾ വലൈഫുൽ ലുഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭാഷ കൊണ്ട് ഇതിൽ ഓപ്ഷൻ വരാത്തത് മാലിയാണ്. അത് നമ്മൾ ആ ഒരു ഭാഷന്റെ ഒരു ഫീച്ചേഴ്സിൽ നമ്മൾ അത് ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ലൈസത്ത് മിനൽ വസായിലി അത്തദ്രീസിയ. അൽ വസായിലു അത്തദ്രീസിയ. ഓപ്ഷൻസ് വരുന്നത് ഹൈസറാന്, കിതാബു താരിസ്, അൽ കുതുബു അൽ മുഖററ, അസ്സൂറ. അത് വസായിലു തദ്രീസിയ മീൻസ് ടീച്ചിങ് എയ്ഡ്സ്. ടീച്ചിങ് എയ്ഡ്സിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആൻസർ ഏതാണ്? അതെ, ഹൈസറാനാണ്. ബാക്കിയുള്ള 3 നമ്മളെ ടീച്ചിങ് എയ്ഡ്സ് ആണ്. ഹൈസർ എന്ന് പറഞ്ഞ ബാംബു ട്രീ ആണ് ഉദ്ദേശിക്കുന്നത്. കിതാബു ദാരിസ് സ്റ്റുഡന്റ് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്. അൽ കുത്തുബുൽ മുഖററ ടെക്സ്റ്റ് ബുക്ക്. അസ്സുവറ പിക്ചേഴ്സ്. അപ്പം ഇത് 3 ടീച്ചിങ് എയ്ഡ്. ഒരു ടീച്ചർ തന്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസിയാക്കാൻ ഉപയോഗിക്കുന്ന 3 അദാത്തുകളാണ്, 3 ടൂൾസുകളാണ് കിതാബു ദാരിസ്, അൽ കുത്തുബുൽ മുഖററ, അസ്സൂറ. അല്ല, ഹൈസറാൻ അതിൽ പെടുന്നില്ല. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ടീച്ചിങ് എയ്ഡ്സ്? ഹിയ കുല്ലു അദാത്തിൻ ഇസ്തഖദിമുഹ അൽ മുഅല്ലിം ലിതഹ്സീനി അമലിയത തഅല്ലുമ വത്തഅലീം. ടീച്ചർ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസിയാക്കാൻ, എഫക്റ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്ന എയ്ഡുകളാണ് ടീച്ചിങ് എയ്ഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം
നമ്മൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ടീച്ചിങ് എയ്ഡ്സിന്റെ പ്രാധാന്യം എന്താണ്. ബട്ട് നമ്മളിപ്പോ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് മനസ്സിലാക്കും. എന്നാൽ ചിലത് കണ്ടിട്ട് അല്ലെങ്കിൽ അത് കേട്ടിട്ട് അതിൽ കുട്ടികൾക്ക് വേഗം അത് മനസ്സിലാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു ഏരിയാസിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ക്ലാസ് എടുത്ത് കൊടുത്താലും അത് അവർക്ക് മനസ്സിലാവില്ല. പകരം നമ്മൾ ഒരു മാപ്പോ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അത് ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പം ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യങ്ങൾ എവിടെയാണ് ഏത് ഭാഗത്താണ് നമ്മൾ ആ ഒരു ഭൂപടം വെച്ച് നമ്മൾ ക്ലാസ് എടുക്കുമ്പം ഹറായത്ത് വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അതാണ് ടീച്ചിങ് എയ്ഡ്സിന്റെ ഒരു ഉപയോഗം. ഓക്കെ, അപ്പം അതിന് ഉദാഹരണമാണ് അൽ മിദിയ റേഡിയോ, അൽ ഇദാ റേഡിയോ, അജിഹിദത്ത് തസ്ജീൽ സൗത്തി സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റം, അസബൂറ ബോർഡ്, അസൂറ പിക്ചർ, അൽ ഹാസൂബ്, അൽ ബിതാഖാത്ത് കാർഡ്, അൽ ഹറായിത്ത് മാപ്പ്, അൽ അഫ്ലമായിറുഹ. ഇതല്ലാതെയും കുറെ ഉണ്ട്. അപ്പം ഇതാണ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് സിമ്പിൾ ആക്കാൻ എഫക്റ്റീവ് ആക്കാൻ ടീച്ചർ ഉപയോഗിക്കുന്ന എയ്ഡാണ് ടീച്ചിങ് എയ്ഡ്. അഫ്ലാം ഫിലിം അല്ലേ അല്ല, അഫ്ലാം ഫിലിം. ഇനി ഇതിന്റെ വേറെ വെറൈറ്റി ഈ ഒരു ഏരിയ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്ന ടൈമിൽ ഈ ഒരു ടീച്ചിങ് എയ്ഡിന്റെ ഏരിയ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിന്റെ അൻവാളുകൾ ടൈപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. മിനൽ വസാഇലി അൽ മർഇയ ഔൽ ബസരിയ. നമ്മൾ പറഞ്ഞു ടീച്ചിങ് എയ്ഡ്, അപ്പം അതിലൊരു ടൈപ്പാണ് അൽ വസാഇലുൽ മർഇയ ഔൽ ബസരിയ. വിഷ്വൽ എയ്ഡ്സിൽ താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വിഷ്വൽ എയ്ഡ്സിൽ പെട്ടത് ഏതാണ്? സബൂറ, റേഡിയോ, അജിഹിദത്തു തസ്ജീൽ സൗത്തി, ഗ്രാമഫോൺ. ഇതിൽ ഏതാണ് വിഷ്വൽ എയ്ഡ്സിൽ പെട്ടത്? ഏതാ കറക്റ്റ് ആൻസർ ഏതാണ്? എ ആണ്. സബൂറാണ്. ബാക്കിയുള്ള റേഡിയോ ആയാലും അജിഹിദത്തു തസ്ജീൽ സൗത്തി ആയാലും ഗ്രാമഫോൺ ആയാലും അത് ഓഡിയോ എയ്ഡ്സിൽ പെട്ടതാണ്. സബൂറ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടു. ബസരിയ എന്ന് പറഞ്ഞാലും വിഷ്വൽ എയ്ഡ്സ് ആണ്, മർഇയ എന്ന് പറഞ്ഞാലും വിഷ്വൽ എയ്ഡ്സ് ആണ്. ചില ക്വസ്റ്റ്യൻസ് മർഇയ എന്ന് മാത്രമായിട്ട് വരും, ചിലതിൽ ബസരിയ എന്ന് മാത്രമായിട്ട് വരും. മനസ്സിലാക്കാതെ വിഷ്വൽ എയ്ഡ്സ് ആണ്. ഓക്കെ, നമുക്ക് ആ ഒരു അൻവാകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ടീച്ചിങ് എയ്ഡ്സ് എന്താണെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന് അൽ വസായിൽ അൽ ബസരിയ ഉൽ മർഇയ വിഷ്വൽ എയ്ഡ്സ്. തശ്മിലു അൽ വസായിൽ അൽ മർഇയ ജമിയൽ അദവാത്ത് വൽ മവാദ് അല്ലദി യുംകിനു റുഇയതുഹാ ബിവുദൂഇൻ. നമുക്കറിയാം വിഷ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആ ഒരു കാണാൻ പറ്റുന്ന ഏടുകളെയാണ് നമ്മൾ വിഷ്വൽ എയ്ഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സബൂറ, അതിൽ നമ്മൾക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ, കേൾക്കാനൊന്നും പറ്റില്ല. അത് സബൂറ, അസുവർ, അർ റസൂം, അൽ ബിതാഖാത്ത്, അൽ ഹറായിത്ത്. ഇതാണ് വിഷ്വൽ എയ്ഡ്സ്. എന്നാൽ രണ്ടാമത്തെ ഇനാണ് അൽ വസായിലു അസ്സംഇയ്യ ഓഡിയോ എയ്ഡ്സ്, കേൾക്കാൻ മാത്രം പറ്റുന്നത്. തശ്മിലു അൽ വസായിലു അസ്സംഇയ്യ ജമീഉൽ അദവാത്ത് വൽ മവാദ് അല്ലദി യുംകിനു സമാഅഹ ബിവുദൂഇൻ. വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എയ്ഡാണ് ഓഡിയോ എയ്ഡ്സ്. അതിനുദാഹരണമാണ് അൽ ഇദാ റേഡിയോ, മിദിയ, അജിഹിദത്ത് തസ്ജീൽ സൗത്ത്. ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല, പകരം നമുക്ക് കേൾക്കാൻ കഴിയും. ഇനി മൂന്നാമത്താണ് അൽ വസായിലു അസ്സംഇയ്യ അൽ ബസരിയ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അപ്പൊ നമുക്കറിയാം ഫിലിംസ് അങ്ങനെ ചില വീഡിയോസ് നമുക്ക് കാണും ചെയ്യാം കേൾക്കും ചെയ്യാം. അതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അതിൽ നമുക്ക് 2 രീതിയിലും അറിവിതാക്കാം, കാണും ചെയ്യാം കേൾക്കും ചെയ്യാം. തശ്മിൽ അൽ വസായിൽ മർഇയ ജമീഉൽ അദവാത്ത് വൽ മവാദ് അല്ലദി യുംകിനു റുഇയതുഹാ വസമാഉഹാ ബിവുദൂഇൻ. വ്യക്തമായിട്ട് കാണാനും കേൾക്കാനും പറ്റുന്ന എയ്ഡ്സുകളാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അതിന് ഉദാഹരണമാണ് അൽ അഫ്ലാം ഫിലിംസ്, അത്തിൽഫാസ് TV, അൽ വീഡിയോ വഗൈറുഹ. പിന്നെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൽ വസായിലു ദാത്തു മുതഅദ്ദിദുൽ വസായിത്ത് മൾട്ടിമീഡിയ എയ്ഡ്സ്. الوسائل ذات متعدد الوسائط تشير إلى استعمال وتعريف عدة وسائط مختلفة لتقديم المحتوى بطريقة تفاعلية لتحقيق هدف أو عدة أهداف محددة المعلومات.
ഇത് മൾട്ടിമീഡിയാസ് ഒന്നിലധികം മെത്തേഡുകൾ അല്ലെങ്കിൽ വസായിലുകൾ ഉപയോഗിച്ച് ഉള്ള എയ്ഡ്സുകളാണ് മൾട്ടിമീഡിയ എയ്ഡ്സ്. ഉദാഹരണം നെസുൻ ഇലക്ട്രോണിക്, പിന്നെ റസൂമുൻ മുത്തഹരിക്ക, അശ്വബക്കത്തുന ആലമിയ. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കും ഓഡിയോ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അത് മനസ്സിലായില്ലേ? ഈ ഭാഗം എന്താണ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് മനസ്സിലായില്ലേ? ഹലോ, ഓക്കെ ടീച്ചർ, ഓക്കെ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യുഫീദു ലിമഅരിഫത്തി തഹ്സീലി മുതദ്ദാരിസിന ഫി നിഹായത്തി അൽ ഫസ്ൽ ദിറാസി. നമ്മളെ സിലബസിലെ ഇവാലുവേഷൻ തഖ്വീമിന്റെ ഏരിയാസിൽ നിന്ന് വരുന്നതാണ്. യുഫീദു ലിമഅരിഫത്തി തഹ്സീലി മുതദ്ദാരിസിന ഫി നിഹായത്തി അൽ ഫസ്ൽ ദിറാസി. അതിന് ഓപ്ഷൻ വരുന്നത് അത്തഖവീം വൽ മുസ്തമിർ അൽ മുസ്തവഇബ്, അത്തഖവീം വൽ കൈഫിയ്യ, അത്തഖവീം ദൗരി, അത്തഖവീം കമ്മിയ്യ. അതായത് ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ ഒരു ടേമിന്റെ അവസാനം നടക്കുന്ന എക്സാം, ആ ഒരു കുട്ടികൾക്ക് ഒരു പാഠം എടുത്തു, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് നടത്തുന്ന ആ ഒരു കുട്ടികൾക്ക് മനസ്സിലായോ അതറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇവാലുവേഷൻ മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ തഖ്വീമുൽ മുസ്തമിർ വൽ മുസ്തവഇബ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അതാണോ? അത്തഖ്വീമുൽ കൈഫിയ്യ ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻ ആണോ? അത്തഖ്വീമു ദൗരി ടെർമിനൽ ഇവാലുവേഷൻ ആണോ? അത്തഖ്വീമുൽ കമ്മിയ്യ ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷൻ ആണോ? നമ്മൾ അതായത് ലാസ്റ്റ് നമ്മൾ നടത്തുന്ന ആ ഇവാലുവേഷൻ ഏതാണ്? നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോട്ട് ചെയ്യാൻ നിഹായത്ത് എന്ന് വന്നാൽ നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആവും അല്ലെങ്കിൽ ടെർമിനൽ ഇവാലുവേഷൻ ആവും. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ് വരുന്നത്, അത്തഖ്വീമു ദൗരി ടെർമിനൽ ഇവാലുവേഷൻ. ടീച്ചർ ഒരു സംശയം ഉണ്ട് അവിടെ. ഓക്കെ, നമ്മളിപ്പോ കാക്കല പരീക്ഷ, അരക്കല പരീക്ഷ ഒക്കെ ഉണ്ടല്ലോ, അതും ഈ സമ്മേറ്റീവ് തന്നെ അല്ലേ നമ്മൾ ഉൾപ്പെടുത്താറ്? സമ്മേറ്റീവ്, അതെ. അതായത് അവിടെയൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുക, ഗ്രേഡ് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ ഫോർമാറ്റീവ് അത് ഇതിൽ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം, PPT ഉണ്ട്. പിന്നെ ഫോർമാറ്റീവ് നമ്മുടെ ക്ലാസിന്റെ ഇടയിൽ നടക്കുന്ന ഇപ്പൊ നമ്മൾ ഒരു പീരീഡിന്റെ ഉള്ളിൽ തന്നെ ഒരു നിശ്ചിത ഭാഗം നമ്മൾ പഠിപ്പിച്ചു, അത് കുട്ടികൾക്ക് എത്തിയോ? അത് നമ്മൾ റിട്ടേൺ എക്സാം മാത്രമല്ല, റിട്ടേൺ എക്സാം പറഞ്ഞാൽ ഒരു ഇവാലുവേഷൻ ടൂൾ ആണ്. പകരം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷന്, അപ്പൊ അതിലൂടെ ആ കുട്ടിക്ക് അത് മനസ്സിലായോ നമുക്ക് മനസ്സിലാകാം. പിന്നെ അതേപോലെ തന്നെ അസൈൻമെന്റ്, പ്രൊജക്ട്, അങ്ങനെയുള്ള പല രീതിയിലും നമുക്ക് ആ കുട്ടികൾക്ക് അത് എത്തിയോ എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അസ്സുറാത്തു ഫിൽ ഖത്തി മഹാറത്തുൻ. അസ്സുറാത്തു ഫിൽ ഖത്തി മഹാറത്തുൻ, അത് ഏത് മഹാറത്തിൽ പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ. എ മഹാറാത്തുൽ ഖിറാഅ, ബി മഹാറാത്തുൽ ഇസ്തിമാ, സി മഹാറാത്തുൽ തഹദ്ദുസ്, ഡി മഹാറാത്തുൽ കിതാബ. അസ്സുറഅത്ത് എന്ന സ്പീഡ്, ഫിൽ ഖത്ത് റൈറ്റിംഗ്, അതേതാണ്? ഖത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് മഹാറാത്തുൽ കിതാബയാണ് വരുന്നത്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹിയല്ലദി തുംകിനു അശ്ശഹ്സ മിൻ നുത്ഖിൽ ഹുറൂഫ. ഓപ്ഷൻ എ വരുന്നത് മഹാറാത്തുൽ തഹദ്ദുസ്, ബി വരുന്നത് മഹാറാത്തുൽ ഇസ്തിമാ, സി വരുന്നത് മഹാറാത്തുൽ ഖിറാഅ, ഡി വരുന്നത് മഹാറാത്തുൽ കിതാബ. നുതുക്കിൽ ഹുറൂഫ്, നമ്മൾ ഹുറൂഫുകൾ ഉച്ചരിക്കുക, അത് ഏത് മഹാറായിട്ട് ബന്ധപ്പെട്ടതാണ്? മഹാറത്തു തഹദ്ദുസ് ആണോ, മഹാറത്തുൽ ഇസ്തിമാ ആണോ, ഖിറാഅ ആണോ, കിതാബ ആണോ? മഹാറത്തു തഹദ്ദുസ് ആണ്. നമ്മൾ പറഞ്ഞു ഖത്ത് എന്ന് പറയുമ്പോൾ അത് കിതാബയാണ്, പിന്നെ നുതുക്കിൽ ഹുറൂഫ അത് തഹദ്ദുസ് ആണ്. ടീച്ചറെ കിറാത്ത് എന്ന് പറയുമ്പോൾ നമ്മള് കിറാത്ത് ആണ്, നുത്തുക്കല്ലല്ലോ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. തഹദ്ദുസ് എന്ന് പറഞ്ഞാൽ അവിടെ നുത്തുക്കിൽ ഹുറൂഫാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഖിറാ എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്തത് നമ്മൾ മനസ്സിലാക്കാണ് ഖിറാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവും? അവിടെ നുത്തുക്ക് ഖിറാന്റെ ടൈപ്പിലാണ് നമുക്ക് മനസ്സിലാക്കാൻ. നുത്തുക്ക് ഉള്ളതും ഉണ്ട്, നുത്തുക്ക് ഇല്ലാത്തതും ഉണ്ട്. ഇപ്പൊ നമ്മൾ സൈലന്റ് റീഡിംഗ് ഇല്ലേ,
സൈലന്റ് റീഡിംഗ് എന്ന് അതിലിപ്പം പറയുമ്പോൾ ഖിറാഅത്തുൽ ജഹരിയല്ലേ നമ്മൾ ശരിക്കും കുട്ടികളെ ആ ഉച്ചാരണം എല്ലാം മനസ്സിലാക്കുന്നത്. അതെ, ഖിറാഅത്ത് സാമിത സൈലന്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് വലിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ്. അവിടെ നുത്തക്ക് വരുന്നില്ലല്ലോ. ഈ തഹദ്ദുസ് ശരിക്കും ഇത് ഖിറാഅത്താണോ? അതില് ഒരു ഹിവാർ മോഡലല്ലേ വരിക? അത് തഹദ്ദുസ് തഹദ്ദുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാ, നമ്മള് മനസ്സിലായോ? ആ ആ ഓക്കെ, അത് നാം വിശദീകരിച്ചത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അൽ മഹാറാത്തുൽ വാദിയ എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും നമ്മൾ LSRW ആണ്. അത് നാലാണ്. അൽ മഹാറാത്തിന് അർബ, LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അതിൽ ഇതിന്റെ ഓർഡർ നോക്ക്. അത് കുറെ ക്വസ്റ്റ്യൻസിൽ ഇതിന്റെ ഓർഡർ ആക്കാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലിസണിങ് ആണ്, പിന്നെ സ്പീക്കിംഗ് ആണ്, പിന്നെ റീഡിംഗ് ആണ്, പിന്നെ റൈറ്റിംഗ് ആണ്. അൽ ഇസ്തിമാ, അൽ തഹദ്ദുസു, അൽ ഖിറാഅ, അൽ കിതാബ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു മഹാറകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. മഹാറാത്തുൽ രണ്ട് ടൈപ്പായി തരംതിരിക്കാം. അതിലൊന്നാമത്താണ് മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ, രണ്ട് മഹാറാത്തുൽ ഇൻതാജിയ. മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ റിസപ്റ്റീവ് സ്കില്ല്, അതിൽപ്പെട്ടതാണ് അൽ ഇസ്തിമാ, അൽ ഖിറാഅ. റിസപ്റ്റീവ് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഈ 4 സ്കില്ലുകളുണ്ട്. അതിൽ നമ്മൾ ലാംഗ്വേജ് സ്വീകരിക്കുന്ന, നമ്മൾ അക്വയർ ചെയ്യുന്ന സ്കില്ല് ഏതാണ്? അതാണ് റിസപ്റ്റീവ് സ്കില്ല്. അപ്പൊ നമ്മള് കേൾക്കുമ്പം അൽ ഇസ്തിമാ കേൾക്കുക, പിന്നെ അൽ ഖിറാഅ അതാണ് റിസപ്റ്റീവ് സ്കിൽ വരുന്നത്. അൽ ഇസ്തിമാ നമ്മൾ കേൾക്കുമ്പം അതിലൂടെ നമ്മൾ ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ല നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഈ അക്വയർ ചെയ്യുന്ന ആ ഒരു സ്കില്ലാണ് മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ, നമ്മൾ ഭാഷ സ്വീകരിക്കുന്നത്. അതിൽ രണ്ടാമത്താണ് ഖിറാഅ. നമ്മളൊരു എഴുതപ്പെട്ട, ഒരു റിട്ടേൺ ചെയ്യപ്പെട്ട ഒരു ഭാഗം വായിക്കുമ്പം അതിലൂടെ നമ്മൾ അറിവ് നമ്മൾ ആർജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ. രണ്ടാമത്തെ മഹാറാത്തുൽ ഇൻതാജ് പ്രൊഡക്റ്റീവ് ആണ്. അതായത് നമ്മളിപ്പം പഠിച്ചു, അല്ലെങ്കിൽ എക്സ്പ്രസീവ് സ്കില്ലാണ്. അപ്പൊ നമ്മൾ റിസപ്റ്റീവ് സ്കില്ല്, അത് നമ്മൾ പഠിച്ചത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അൽ മഹാറാത്തുൽ ഇൻതാജിയ. അപ്പൊ നമ്മൾ തഹദ്ദുസ്, നമ്മൾ പഠിച്ചത് അൽ ഖിറായിലൂടെയൊക്കെ നമ്മൾ പഠിച്ചത്, നമ്മൾ തഹദ്ദുസ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മളെ ഫീലിങ്സ്, നമ്മളെ എമോഷൻസ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. പിന്നെ അൽ കിതാബ എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു കേട്ട് കണ്ട് നമ്മൾ പഠിച്ചത് നമ്മൾ അൽ കിതാബ, അത് നമ്മൾ എഴുതി ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്നു. അതാണ് എക്സ്പ്രസീവ് സ്കിൽസ്. ഈ ടൈപ്സ് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, അതെ, ഇതും കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഈ ഇസ്തിഖ്ബാലും ഇൻതാജിയും തെരഞ്ഞെടുത്ത് എഴുതാനുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് ഖിറാഅത്തുൻ തഖൂമു അലൻ നുത്ഖി ബിൽ ഹുറൂഫി വ ഇഖ്റാജിഹാ മിൻ മഖാരിജിഹാ. നുത്ഖ് ബിൽ ഹുറൂഫ് വ ഇഖ്റാജ്, അതായത് ഖിറാഇന്റെ ഏത് ഇനമാണ് അലൻ നുത്ഖ് ബിൽ ഹുറൂജി വ ഇഖ്റാജിഹാ മിൻ മഖാരിജിഹാ? ഖിറാഅത്തുൻ സാമിതയാണോ, ഖിറാഅത്തുൻ സിരിയാണോ, ഖിറാഅത്തുൻ ജഹരിയാണോ, ഖിറാഅത്തുൻ സരിയാണോ? അതെ, ഖിറാഅത്തുൻ ജഹരിയാണ്. ഖിറാഅത്തുൻ ജഹരിയിലാണ് നമ്മൾ നല്ല സൗണ്ടിൽ വ്യക്തമായിട്ട് ഉച്ചരിച്ച് നമ്മൾ വായിക്കുന്നത്. അടുത്ത ടൈപ്പാണ് അൽ ഖിറാഅത്തു ബിൽ ഐനൈനി ഫഖത്ത്. ഖിറാഅത്തു ബിൽ ഐനൈനി ഫഖത്ത്, നമ്മൾ കണ്ണുകൾ കൊണ്ട് മാത്രമുള്ള റീഡിങ് ഏതാണ്? ഖിറാഅത്തുൻ സ്വാമിതയാണോ, ഖിറാഅത്തുൻ സൗത്തിയാണോ, ഖിറാഅത്തുൻ ജഹരിയാണോ, ഖിറാഅത്തുൻ അലനിയാണോ? അതെ, ഖിറാഅത്തുൻ സ്വാമിത. ഖിറാഅത്തുൻ സ്വാമിത വൽ ഖിറാഅത്തു ഹിയൽ ഖിറാഅത്തു ബിൽ ഐനൈനി ഫഖത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കുല്ലു അദാത്തിൻ യസ്തഖദിമുഹാ അൽ മുദരിസ് ബിത്വരീഖത്തിൻ വനിളാമിൻ ഖാസിൻ ലിതഹ്സീനി വതയസ്സുറി അമലിയത്തി തഅല്ലും വതഅലീം വതൗളീഹിൽ മആനി വൽ അഫ്കാർ ഔ തദ്രീബി അലൽ മുഖദ്ദറാത്ത്. നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് പഠിച്ചു. ആ ടീച്ചിങ് എയ്ഡിന്റെ ഒരു ഡെഫിനിഷൻ ആണിത്. കുല്ലു അദാത്തിൻ യസ്തഖദിമുഹൽ മുദരിസ്, ടീച്ചർ ഉപയോഗിക്കുന്ന ടൂൾസുകളെ ബിത്വരീഖത്തിൻ വനിളാമിൻ, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഈ തഹ്സീനി വതയസ്സുറു അമലിയത്ത് തഅല്ലും വതഅലീം, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസി ആക്കാനും
അത് നന്നാക്കാനും വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന എയ്ഡ് തൗദീഹിൽ മഹാനി ആശയങ്ങൾ വ്യക്തമാക്കാൻ വൽ അഫ്കാർ തദ്രീബി അല്ലെങ്കിൽ മുഖദ്ദറാത്ത് അത് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന എയ്ഡ്സിന് എന്താണ്? വസായിലു ദാത്തു മുതഅദ്ദിദുൽ വസായിത്ത് മൾട്ടിമീഡിയ ആണോ? അൽ വസായിൽ ഇജ്തിമാഇയ, വസായിലു തഅലീമിയ, വസായിൽ ഇഅ്ലാമിയ. അപ്പൊ ഇത് വരുന്നത് അൽ വസായിലു തഅലീമിയ ടീച്ചിങ് എയ്ഡ്സ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് تعرف بأنها الأساليب والإجراءات الذي يتبعها المدرس داخل الصف لإيصال المعلومة أو فكرة جديدة للدارسين. അതായത് ടീച്ചർ തൻ്റെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ലേണിംഗ് മെത്തേഡ്സ് അതേപോലെ തന്നെ സ്ട്രാറ്റജീസ് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. മഹാറത്തുൽ മുദരിസ് ടീച്ചർ സ്കില്ലാണോ? ബി തുറുക്കു തദ്രീസ് ടീച്ചിങ് മെത്തേഡാണോ? തുറുക്കു തദറുസ് ലേണിംഗ് മെത്തേഡാണോ? തുറുക്കു തദ്രീസ് ടീച്ചിങ് മെത്തേഡാണോ? ഇദാറത്ത് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണോ? ഇതിലേതാണ് ടീച്ചർ തന്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുന്ന ഫോളോ ചെയ്യുന്ന മെത്തേഡ്സിന് എന്താണ് പറയാം? ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? സി ആണ്. അപ്പൊ രണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ. തദ്രീസ് അല്ലേ? ടീച്ചിങ് എയ്ഡ്സ് തദറുസ് ലേണിംഗ് തുർക്കു തദറുസ് തദ്രീസിന് സി ആണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ തുർക്കു തഅലീം എന്ന് വരും. തുർക്കു തദ്രീസ് അതെന്താ നോക്കുക. അൽ മജ്മുഅത്തു അൽ ഇജ്റാഅത്ത് വൽ അസാലിബ് അല്ലദി യത്തബിഉഹ അൽ മുഅല്ലിം ലിതൗസീലിൽ മഅലൂമാത്ത് വ തഹ്ഖീഖിൽ അഹ്ദാഫ്. ടീച്ചർ ക്ലാസ് റൂമുകളിൽ ഫോളോ ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ്സിനെയാണ് നമ്മൾ ടീച്ചിങ് തുർക്കു തദ്രീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കുറേ ടീച്ചിങ് മെത്തേഡ്സുകൾ ഉണ്ട്. അപ്പം ഓരോ ടീച്ചേഴ്സിനും ഓരോ മെത്തേഡ് ഉണ്ടാവും. ചിലർ ലെക്ചർ മെത്തേഡ് ആവും, എന്നാൽ ചില ഇന്ററാക്റ്റീവ് മെത്തേഡ് ആവും, ചിലർ മുനാക്കശ ഡിസ്കഷൻ മെത്തേഡ് ആവും. അപ്പം ആ ഒരു മെത്തേഡ്സിനാണ് തുർക്കു തദ്രീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് യജ്രി മഅൽ അമലിയത്തു ദിറാസിയ വലാ യുഅയ്യിനു ലഹു വഖ്തുൻ ഖാസുൻ. ഇവാലുവേഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. യജ്രി മഅൽ അമലിയത്തു ദിറാസിയ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ കൂടെ പോകുന്നതാണ്. വലാ യുഅയ്യിനു ലഹു വഖ്തുൻ ഖാസുൻ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു സമയമൊന്നുമില്ല. ആ ഒരു ടീച്ചിങ് പ്രോസസ്സിന്റെ കൂടെ പോകുന്ന ആ ഒരു ഇവാലുവേഷൻ ഏതാണ്? അൽ തഖ്വീമു ദൗരിയാണോ? അത്തഖ്വീമുൽ ഖിതാമിയാണോ? അത്തഖ്വീമു ഷാമിലാണോ? അത്തഖ്വീമുൽ മുസ്തമിറ ഉൽ മുസ്തവഇബ്. ഇതിൽ ഏതാണ് ടീച്ചിങ്? ഏതാണ്? അതെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിഹായത്താവുമ്പം ഹിതാമിയാവും അല്ലെങ്കിൽ ദൗരിയാവും. ഇങ്ങനെ യജ്രി മഅന്നോ അല്ലെങ്കിൽ ബൈന എന്ന് വരുമ്പം CC ആവും അല്ലെങ്കിൽ ഫോർമാറ്റീവ് വാല്യുവേഷൻ ആവും. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് തഖ്വീമുൽ മുസ്തമിർ അൽ മുസ്തവഇബ്. അപ്പം അതിന്റെ ടേംസ് നമുക്ക് മനസ്സിലാക്കാം. തഖ്വീമു തശ്കീലിയ തഖ്വീനിയ എന്ന് പറഞ്ഞാൽ ഫോർമാറ്റീവ് വാല്യുവേഷൻ ആണ്. തഖ്വീമുൽ ഖിതാമിയ ഇജ്മാലിയ എന്ന് പറഞ്ഞാൽ സമ്മേറ്റീവ് വാല്യുവേഷൻ ആണ്. തഖ്വീമുൽ മുസ്തമിർ അൽ മുസ്തവഇബ് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ. ഒരു ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എഫക്റ്റീവ് ആയോ എന്ന് അളക്കുന്ന ഒരു മെത്തേഡാണ് ഇവാലുവേഷൻ വരുന്നത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും വേറെ ടൈപ്പ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അതൊക്കെ ഉണ്ട്. ഇതിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നത് ഈ ഏരിയ എന്നാണ്. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ ഇടയിലൂടെ നടക്കുന്ന ഇവാലുവേഷൻ ആണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഒരു എൻഡിൽ നടക്കുന്ന ഇവാലുവേഷൻ ആണ്. ഇവിടെ സമ്മേറ്റീവിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രേഡ് കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യുക. അതാണ് സമ്മേറ്റീവ് ഇവാലുവേഷന്റെ മെയിൻ എയിം. അല്ലാതെ കുട്ടികളെ ഡെവലപ്മെന്റ് അറിയാം, അതല്ല അവിടെ മെയിൻ എയിം. പിന്നെ തഖ്വീമുൽ മുസ്തമിർ അൽ മുസ്തവഇബ് എന്ന് നമ്മളെ സ്കൂളുകളിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് തഖ്വീമുൽ മുസ്തമിർ അൽ മുസ്തവഇബ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്താൽ അപ്പൊ നമ്മൾ തഖ്വീമു ഫോർമാറ്റീവ് ഇവാലുവേഷനിലൊക്കെ ചില ടൈമിൽ നമ്മൾ കുട്ടികളുടെ അക്കാദമിക് കാര്യങ്ങൾ മാത്രം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. എന്നാൽ ഈ ഒരു CCEയിൽ നമ്മൾ അക്കാദമിക് കാര്യങ്ങളും നോൺ അക്കാദമിക് കാര്യങ്ങളും അതിൽ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യും. അതാണ് CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇതിന്റെ ഫുൾ ഫോം നമ്മൾ അറബിയിലും ഇംഗ്ലീഷിലും ഒന്ന് നോക്കിയേക്കാം. ഇതും കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്.
അപ്പൊ ഇവാലുവേഷൻ എന്താന്ന് മനസ്സിലായില്ലേ? ഹലോ, ഇത് മനസ്സിലായില്ലേ ഏരിയ? ഓക്കെ. പിന്നെ ഇതിൽ വരുന്നത്, പിന്നെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് പുതിയതാവുമ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് അറിയില്ല. പിന്നെ ഒരു ഇവാലുവേഷൻ ആണ് അത്തഖവീം അശ്ശഹ്സിയ്യ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അത്തഖവീമു അത്തശ്ഖീസിയ്യ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതെന്താന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്തേക്കുക. അത്തഖവീമു അത്തശ്ഖീസിയ്യ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പൊ അത് നമ്മളെ ഒരു കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അവരുടെ പഠന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ നടത്തുന്ന ടെസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അത്തഖവീമു അത്തശ്ഖീസിയ്യ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നാൽ തന്റെ കുട്ടികളുടെ ലേണിംഗ് പ്രോബ്ലംസ് എന്താണ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് ഒരു ടീച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അത്തഖവീമു അത്തശ്ഖീസിയ്യ, നമുക്ക് ആ പേരൊന്നും മനസ്സിലാക്കാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. പിന്നെ ഈ ഒരു ടെസ്റ്റിന്റെ ഭാഗമാണ് ആ ഒരു, ഇപ്പൊ ടീച്ചർ ഒരു ടെസ്റ്റ് നടത്തി അതിന്റെ ഫലമായിട്ട് എന്താണ്, നമ്മളൊരു ഡയഗ്നോസ്, ഇപ്പൊ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ അതിന് റെമഡീസ് കൊടുക്കും. അതേപോലെ തന്നെയാണ് ഒരു ടെസ്റ്റ്. നമ്മൾ ഈ ഒരു ടീച്ചർ ഈ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് കുട്ടികൾക്ക് റെമഡിയൽ ടീച്ചിങ് നൽകും. അപ്പൊ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമ്മൾ 2 വേർഡ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത്തഖവീമു തശ്ഖീസി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതിന്റെ ഫലമായിട്ട് ടീച്ചർ റെമഡിയൽ ടീച്ചിങ് നൽകും. അത്തദ്രീസ് അൽ ഇലാജി, റെമഡിയൽ ടീച്ചിങ്. അത്തദ്രീസ് അൽ ഇലാജി എന്ന റെമഡിയൽ ടീച്ചിങ്, ആ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ് ടീച്ചർ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം അതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അത് മനസ്സിലായില്ലേ? ടീച്ചറെ ഈ തഖ്വീം ഷാമിൽ ഷാമിൽ എന്ന് പറയുമ്പം കുട്ടികളെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആവൂല. മനസ്സിലായോ? ഷാമിൽ നിന്നാലും മീനിങ് തന്നെ അറിയില്ലേ? കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യും, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യൂല. പിന്നെ ക്വസ്റ്റ്യൻ ആണ് മിനൽ മഹാറാത്തി ലുഗവിയ്യൽ ഇൻതാജി. അത് നമ്മൾ എക്സ്പ്രസീവ് സ്കില്ലും പിന്നെ റിസപ്റ്റീവ് സ്കില്ലും പഠിച്ചു. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് മിനൽ മഹാറാത്തി ലുഗത്തിൽ ഇൻതാജിയ. ഇതിൽ താഴെ കൊടുത്തൽ എക്സ്പ്രസീവ് സ്കിൽസ് ഏതാണ് വരുന്നത്? അത്തഹദ്ദുസ് വൽ കിതാബാണോ, അൽ ഇസ്തിമാഉ വൽ കലാം ആണോ, അൽ കലാമു വൽ ഖിറാഅ ആണോ, അൽ ഖിറാഅത്തു വൽ കിതാബ? ഇതിൽ ഏതാണ്? എ ആണ്, അത്തഹദ്ദുസ് വൽ കിതാബ. പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് അൽ ഫർഖു ബൈനൽ മൻഹജു തിറാസി വൽ കിതാബുൽ മുഖറർ. മൻഹജു തിറാസിയും കിതാബുൽ മുഖററും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ്? അത് താഴത്തെ നിലവിലുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻസ്. മൻഹജു തിറാസി എന്ന് പറയാ കരിക്കുലം അല്ലെങ്കിൽ സിലബസ്, അൽ കിതാബുൽ മുഖറർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം. അതിൽ എ ഓപ്ഷൻ വരുന്നത് ലൈസ ബൈനൽ മൻഹജു തിറാസി വൽ കിതാബുൽ മുഖറർ അലാഖത്തും ബൈന. അത് രണ്ടിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, അതാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് അൽ കിതാബുൽ മുഖറർ ഹുവ നഫ്സുൽ മൻഹജു തിറാസി. കിതാബുൽ മുഖറർ മൻഹജു സിലബസും ടെക്സ്റ്റ് ബുക്കും ഒന്നാണെന്നാണ് ബി ഓപ്ഷൻ പറയുന്നത്. സി പറയുന്നത് അൽ കിതാബുൽ മുഖറർ അഹമ്മു മിൻ മൻഹജു തിറാസി. കരിക്കുലം അല്ലെങ്കിൽ സിലബസിനേക്കാൾ ഏറ്റവും വിശാലമാണ് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് സി ഓപ്ഷൻ പറയുന്നത്. ഡി പറയുന്നത് അൽ മൻഹജു തിറാസി അഅമ്മു വ അശ്മൽ മിനൽ കിതാബുൽ മുഖറർ. ടെക്സ്റ്റ് ബുക്കിനേക്കാളും ഏറ്റവും വിശാലമായിട്ടുള്ളതാണ് സിലബസ് അല്ലെങ്കിൽ കരിക്കുലം. അപ്പം ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? കറക്റ്റ് ഏതാണ്? ടി അല്ലേ? ഡി ആണ്. ഇപ്പൊ നമ്മൾ കരിക്കുലം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുമ്പോൾ അതിൽ മൊത്തത്തിൽ ഉൾക്കൊള്ളും ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ എന്തെല്ലാം ഉൾപ്പെടും, എല്ലാതും മെത്തേഡ്സ് പിന്നെ നോട്ട്സ് എല്ലാതും അതിൽ ഉൾപ്പെടും. കിതാബുൽ മുഖറർ എന്ന ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ നമുക്കറിയാം ആ ടെക്സ്റ്റ് ബുക്ക് എത്രത്തോളം പരിമിതമാണ്. അത് ആ ഒരു വർഷത്തിന് ഒരു ടൈം പീരീഡിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പം ഇതിൽ മനസ്സിലാക്കുക ഡി ഓപ്ഷൻ ആണ്, കരിക്കുലം അല്ലെങ്കിൽ സിലബസ് ആണ് ഏറ്റവും വിശാലമായിട്ടുള്ളത്. ഓക്കെ,
മനഹജു ദിറാസി ഒന്ന് ജസ്റ്റ് പറ മനഹജു ദിറാസി പോലെ ഖുത്തത്തു ഷാമിലി അമലിയത്ത് താലും ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് മൊത്തത്തിലുള്ള ഒരു ഖുത്ത ഒരു പ്ലാൻ ആണ് മനഹജു ദിറാസി. കിതാബുൽ മുഖററും പറഞ്ഞാൽ ഹുവൽ മാദ തഅലീമിയ മത്ബൂഅ റഖമിയ മുഖത്തമിദൽ തദ്രീസിൽ മാദത്തിൽ മുഅയ്യന ഒരു നിശ്ചിത കണ്ടന്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റഖമിയായിട്ടുള്ള പ്രിന്റ് ചെയ്യപ്പെട്ടതോ അല്ലാത്തതായിട്ടുള്ള ഒരു മാദത്താണ് കിതാബുൽ മുഖറർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് يعرف في مفهومه العام بأنه مجموعة من التدابير المحددة التي تتخذ من أجل تحقيق هدف معين. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെത്തേഡ് അതെന്താണ്? അതായത് നമ്മളൊരു മിൻ അജലി തെഹ്കീക്ക് ഹദഫുൻ മുഅയ്യൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം അതെന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചത്. അത് തദ്രീസ് ആണോ, അറലാണോ, തഹ്തീത്താണോ, ഹായാണോ എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മളൊരു കാര്യം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്യും, ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതിന് എന്താന്ന് പറയാന്നാ ചോദിച്ചത്. തദ്രീസ് ആണോ, അറലാണോ, തഹ്തീത്താണോ, ഹായാണോ? സി ആണ് അല്ലേ? മൈക്ക് ഓഫ് ചെയ്യാൻ പറ എല്ലാരോടും, സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, എല്ലാരും മൈക്ക് ഓഫ് ചെയ്യണേ പ്ലീസ്. എല്ലാരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്യേ. സജമോളെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് തഹ്തീത്തില് പ്ലാനിങ്ങിൽ നല്ലൊരു ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു ടീച്ചർമാർക്ക് അറിയാം അത് നമ്മള് ഇയർ പ്ലാൻ ഉണ്ടാവും, ലെസൺ പ്ലാൻ ഉണ്ടാക്കും, പിന്നെ അത് വീക്ക്ലി പ്ലാൻ ഒക്കെ ഉണ്ടാക്കും. അതെന്താണ് ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാൻ ഈസി ആക്കാൻ സഹായിക്കും. അതിൽ പെട്ടതാണ് തഹ്തീത്ത് സനവിയ എന്ന് പറഞ്ഞാൽ ഇയർ പ്ലാൻ ആണ്. തഹ്തീത്ത് അൽ ഇസ്ബുഇയ്യ എന്ന് പറഞ്ഞാൽ വീക്ക്ലി പ്ലാൻ ആണ്. അൽ ഖുത്തത്തു ദർസ് ലെസൺ പ്ലാൻ ആണ്. ഇതിൽ നമ്മൾ ഏത് പ്ലാൻ ആണ് ആദ്യം ഉണ്ടാക്കുക അതറിയോ? സനവിയാണ്. നമ്മൾ ഇയർ പ്ലാൻ ആണ് ഉണ്ടാക്കുക. അപ്പൊ അതിന്റെ ഓർഡർ വന്നാൽ ഇയർ പ്ലാന്, വീക്ക്ലി പ്ലാന്, ലെസൺ പ്ലാന് ആ ഒരു ഓർഡറിലാണ് നമ്മൾ പ്ലാനിങ് ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ ലുഗായിട്ട് ബന്ധപ്പെട്ടതാണ്. യസ്തഖ്ദിമുൽ ഇൻസാനു അൽ ലുഗ ലിനഖ്ലിൽ മഅലൂമാത്ത് അൽ ജദീല ഇലൽ അജിയാലി അല്ലാഹിക. യസ്തഖ്ദിമുൽ ഇൻസാനു മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു അൽ ലുഗ ലാംഗ്വേജിന് ഉപയോഗിക്കുന്നു ലിനഖ്ലിൽ മഅലൂമാത്തിൽ ജദീദ പുതിയ കാര്യങ്ങൾ നെക്കിൽ ചെയ്യാൻ ഇലൽ അജിയാലി അല്ലാഹിക വരുന്ന ആ തലമുറയിലേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആദിഹി അത് ഏത് വലീഫയായിട്ട് ബന്ധപ്പെട്ടതാണ്? വലീഫത്തുൻ ഇസ്തിക്ഷാഫിയാണോ, വലീഫത്തുൻ അഖ്ബാരിയാണോ, വലീഫത്തുൻ തഹയ്യുലിയാണോ, വലീഫത്തുൻ റുംസിയാണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ ലാംഗ്വേജ് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നില്ല ഫങ്ഷൻ ഏതാണ്? ബി ആണ്. അതെ, ബി ആണ്. അൽ വലീഫത്തുൻ അഖ്ബാരിയാണ് കറക്റ്റ് ആൻസർ. ഇസ്തിക്ഷാഫിയ എന്ന് പറഞ്ഞാൽ ഡിസ്കവറി എക്സ്പ്ലോറേറ്ററി ഫംഗ്ഷൻ ആണ്. എന്തെന്ന് കണ്ടെത്താൻ ആ ഒരു ഫംഗ്ഷൻ ആണ് വരുന്നത്. അൽ വലീഫത്തുൻ അഖ്ബാരിയ എന്ന് പറഞ്ഞാലാണ് ഇൻഫർമേഷണൽ ഫംഗ്ഷൻസ്. നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ അത് പാസ് ചെയ്യുക. അതാണ് വലീഫത്തുൻ അഖ്ബാരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വലീഫത്തുൻ തഹയ്യുലിയ എന്ന് പറഞ്ഞാൽ ഇമാജിനേറ്റീവ് ഫംഗ്ഷൻ ആണ്. വലീഫത്തുൻ റുംസിയ എന്ന് പറഞ്ഞാൽ സിംബോളിക് ഫംഗ്ഷൻ ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഖിറാഅത്തു അൽ മവാദ് ഫി സൂറത്തി റസ്മി. നമ്മൾ ഖിറാഅത്തിന്റെ ഇനങ്ങൾ പഠിച്ചു. അല്ല, ഖിറാഅത്തു സ്വാമിത, ഖിറാഅത്തുൻ ജുഹരിയ. പിന്നെ ഇത് നമ്മൾ റസ്മുകൾ ആ ഒരു പിക്ചർ റീഡിങ്ങിന് എന്താണ് പറയാന്നാണ് ചോദിച്ചത്. ഖിറാഅത്തുൻ സ്വാമിതയാണോ, ഖിറാഅത്തുൻ സരിയാണോ, ഖിറാഅത്തുൻ ഖത്തിയാണോ, ഖിറാഅത്തുൻ റസ്മിയാണോ? ഇത് സിമ്പിൾ അല്ലേ? ഡി ആണ് ഓപ്ഷൻ, ഖിറാഅത്തു റസ്മിയ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അല്ല കലിമത്തു അൽ മുആദില ലി ഇക്തിസാബുൽ ലുഗ. ഇക്തിസാബുൽ ലുഗ എന്നുള്ളതിന്റെ
ട്രാൻസ്ലേഷൻ അതാണ് ചോദിച്ചത്. അത് ലാംഗ്വേജ് എബിലിറ്റിക്കാണോ ഇക്തിസാബുൽ ലുഗ എന്ന് പറയാം, ലാംഗ്വേജ് ലേണിങ്ങിനാണോ, ലാംഗ്വേജ് അക്വിസിഷനാണോ, ലാംഗ്വേജ് സ്കില്ലിനാണോ? ഇതിലേതാണ് ഇക്തിസാബുൽ ലുഗ? സി ആണ് ഇക്തിസാബുൽ ലുഗ. അപ്പം പിന്നെ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഇക്തിസാബുൽ ലുഗയും ഹിഫ്ളുൽ ലുഗയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ലാംഗ്വേജ് ലുഗ രണ്ട് രീതിയിൽ നമുക്ക് നേടാം. ഒന്ന് ഹിഫ്ളുൽ ലുഗ, നമ്മൾ റോഡ് മെമ്മറൈസിങ്, അതാണ് ഹിഫ്ളുൽ ലുഗ. എന്നാൽ ഇക്തിസാബുൽ ലുഗ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വയർ ചെയ്യുക, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കമ്മ്യൂണിക്കേഷനിലൂടെ സൊസൈറ്റിയിൽ നിന്ന് ഇക്തിസാബ് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ചുറ്റൊരു ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിനെയാണ് ഇക്തിസാബുൽ ലുഗ. ഇതിന്റെ ഡെഫിനേഷൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ലില്ലുഗത്തി മഹാറാത്തുൻ, ഇത് നമ്മളെ അതതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ലില്ലുഗത്തി ഡാഷ് മഹാറാത്തിൻ എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അർബാത്താണോ, അർബ ആണോ, റാബിയാണോ, റാബിയാത്താണോ? ഇതിൽ ഏതാണ് കറക്റ്റ്? ലില്ലുഗത്തി ഡാഷ് മഹാറാത്തിൻ, ഇതിൽ അർബാത്താണോ, അർബ ആണോ, റാബിയാണോ, റാബിയാത്താണോ? ഏതാണ്? ബി ആണ്. നമ്മുടെ അതത്, നമ്മൾ അതതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, അതതിൽ കുറെ നിയമങ്ങളുണ്ട്. അതിലൊന്നാണ് 3 മുതൽ 10 വരെ ഒരു നിയമം, 11 മുതൽ 99 വരെ വേറെ നിയമം, പിന്നെ നമ്മൾ അൽഫ് മിയ അതിന് വേറെ നിയമമാണ് വരുന്നത്. അപ്പൊ 3 മുതൽ 10 വരെയുള്ള നിയമം എന്ന് പറഞ്ഞാല് അതത് മഅദൂദ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ മഅദൂദ് മുദക്കറാണെന്നുണ്ടെങ്കിൽ അതത് മുഅന്നസ് ആയിരിക്കും, മഅദൂദ് മുഅന്നസാണെന്നുണ്ടെങ്കിൽ അതത് മുദക്കറായിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ആയി വരിക. അപ്പൊ നമ്മള് മൂന്ന് പുസ്തകങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ സലാസു, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. സലാസു കുത്തുബിൻ എന്ന് പറയാം, സലാസത്തു കുത്തുബിൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാല് മുദക്കറാണെന്ന് നമ്മൾ ആലോചിക്കുക. അപ്പം അവിടെ അതത് വരിക, അവിടെ മുഅന്നസായിട്ടാവും വരിക. അപ്പം സലാസു എന്നുള്ളിടത്ത് അവിടെ ഒരു താ കൂടുതൽ വരും. അപ്പം സലാസത്ത് എന്നാവും. പിന്നെ നമ്മൾ അവിടെ ആലോചിക്കേണ്ടത് ഈ മഅദൂദ് 3 മുതൽ 10 വരെ മഅദൂദ് എപ്പോഴും നമ്മൾ ജമ്മായിട്ടായിരിക്കും ഉപയോഗിക്കുക, ജമ്മും ജെറും ആയിരിക്കും ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ 3 പുസ്തകങ്ങൾ നമുക്ക് സലാസത്തു കിതാബ് എന്ന് പറയാം, അല്ലെങ്കിൽ സലാസത്തു കുത്തുബി എന്ന് പറയാം, അല്ലെങ്കിൽ കുത്തുബൻ എന്നൊക്കെ നമുക്ക് അതത് അറിയാത്ത ഒരാൾക്ക് അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ 3 മുതൽ 10 വരെ നമ്മൾ ഓർക്കുക, മഅദൂദ് എപ്പോഴും ജെറു ആയിരിക്കും, ജമ്മു ആയിരിക്കും. പിന്നെ മഅദൂദ് മുദക്കറാന്നുണ്ടെങ്കിൽ അതത് മുഅന്നസ് ആയിരിക്കും, മഅദൂദ് മുഅന്നസാന്നുണ്ടെങ്കിൽ അതത് മുദക്കറായിരിക്കും. പിന്നെ 11 മുതൽ 99 വരെ മഅദൂദ് എപ്പോഴും മുഫ്രദ് ആയിരിക്കും, നസ്ബു ആയിരിക്കും. ഇപ്പൊ നമ്മൾ മിസാൽ തന്നെ നോക്കുക, അർബാത്തു അഷറ ദർസ് എന്നാണ്, അല്ല ദുറൂസൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ദർസുൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ദർസൻ തന്നെ നമ്മൾ പറയണം, മുഫ്രദോ ആയിരിക്കണം, മൻസൂബോ ആയിരിക്കണം. പിന്നെ നമ്മളെ ആലാഫ്, അങ്ങനെ മിഅകള്, അൽഫുകളൊക്കെ നമ്മൾ പറയാം. അതിനുശേഷമുള്ള മഅദൂദ് എപ്പോഴും മുഫ്രദോ ആയിരിക്കും, ജെറു ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നത്. മഹാറാത്തിൻ എന്നുള്ളത് മഹാറാത്തിൻ ജമ്മായിട്ടാണ് അത് നമ്മൾ. പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് മഹാറാത്തിൻ എന്നാണ് ഉച്ചരിക്കുക, ജമ്മാണ്. പിന്നെ അതേപോലെ ജെറു ആണ് വന്നത്. അപ്പം പിന്നെ അവിടെ മഹാറാത്തിൻ അത് മുദക്കറാണോ മുഅന്നസാണോ നോക്കുക, അത് മുഅന്നസാണ്. അപ്പം അതിന് മുന്നുള്ള അതത് മുദക്കറായിരിക്കും. അപ്പൊ ഇതിൽ മുദക്കറായിട്ട് വന്നത് അർബാവ്, റാബി. അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ അർബാവ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ലൈസത്ത് മിൻ ഫവായിദ് ഇസ്തിഖ്ദാമിൽ വസായിൽ തദ്രീസിയ, ടീച്ചിങ് എയ്ഡ്സിന്റെ ഫായിദകളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. തുസാഇദു അലാ ഇസാറത്ത് ജമീൽ ഹവാസി താരിസിമാൻ, ബി തസ്തഖ്ദിമു വഖ്തൻ കസീറൻ, സി തുസഹിലു അമലിയത്ത് തദ്രീസ് അലൽ മുദരിസ്, ഡി തുസഹിലു അമലിയത്ത് തദറുസി അല താരിസ്. ഇതിലേതാ കറക്റ്റ് ആൻസർ? ഏതാണ്? ബി ആണ് അല്ലെ? ഇത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തുസായിദു അലാ ഇസാറത്ത് ജമീൽ ഹവാസി താരിസിമാൻ, കുട്ടികളുടെ എല്ലാ ഹെവാസുകളും ഒപ്പം അത് ഇസാറത്ത് ചെയ്യാൻ സഹായിക്കുന്നു, അത് അതിന്റെ ഫായിദയാണ് അല്ലെ? പിന്നെ രണ്ടാമത് തസ്തഖ്ദിം വക്തൻ കസീറൻ, ടീച്ചിങ് എയ്ഡ്സ് കുറേ ടൈം വക്തൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. 3 വരുന്നത് തുസഹിലു അമലിയത്തു തദ്രീസ് അലൽ മുദരിസ്, ടീച്ചിങ് പ്രോസസ്സ് ടീച്ചർക്ക് മാത്രം ടീച്ചിങ് പ്രോസസ്സ് ഈസി ആയിട്ട് തോന്നും.
ടി വരുന്നത് തുസഹിൽ അമലിയത്ത് തദ്രുസ് സ്റ്റുഡന്റിന് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഈസി ആയിട്ട് വരും. അപ്പം ബി അല്ലാത്ത മൂന്നും കുട്ടികളുടെ ഒരു ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കാണാനും കേൾക്കാനും പിന്നെ കണ്ട് കേട്ട് പഠിക്കാൻ സഹായിക്കും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത്. പിന്നെ ബി വരുന്നത് ടീച്ചർക്ക് ആ ഒരു ടീച്ചിങ് പ്രോസസ്സ് എളുപ്പാക്കും. പിന്നെ ഡി വരുന്നത് കുട്ടികൾക്ക് ആ ഒരു ലേണിംഗ് പ്രോസസ്സും എളുപ്പാക്കും. അപ്പോൾ ഇവിടെ വരുന്നത് കുറെ ടൈം ഉപയോഗിക്കുന്നു. അതാണ് ടീച്ചിങ് എയ്ഡ്സിൽ അതിന്റെ ഫായിദകളിൽ പെടാത്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹിയല്ലദീ തതതല്ലബു മിനൽ ഖാരി ഇസ്തിഖ്ദാമു ഹാസത്തുൽ ബസർ ലിയതമക്കന മിനൽ ഹുസൂലി അലൽ മഅലൂമാത്ത് മിനൻ നസ്ൽ മക്തൂബ ഇസ്തിയാബി മുഹ്തവിയാത്തിഹി. ഏത് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾക്ക് അർത്ഥത്തിൽ എന്തെങ്കിലും നമുക്ക് ആൻസർ മനസ്സിലാക്കാം. ഇവിടെ കാരിക ഒന്നും പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹെസോലി അലൽ മഹലൂമാത്ത് മിനന്നസിൽ മക്തൂബ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എഴുതപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കാൻ പറഞ്ഞ അവിടെ റീഡിംഗ് ആണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്, ആ ഒരു സ്കില്ല് വരുന്നത്. അപ്പം ഇതില് ഓപ്ഷൻസ് മഹാറത്തുൽ ഇസ്തിമാ ഉണ്ട്, ഖിറാ ഉണ്ട്, തക്കല്ലുമുണ്ട്, കിതാബ് ഉണ്ട്. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഖിറാ ആണ് വരുന്നത്. ഖിറായിലൂടെയാണല്ലോ നമ്മൾ എഴുതപ്പെട്ട മക്തൂബായപ്പെട്ട നെസ് നമ്മൾ വായിച്ച് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് റീഡിംഗ് സ്കില്ലിലാണ്. അപ്പോൾ അതിന്റെ ആൻസർ മഹാറത്തുൽ ഖിറാ ആയിരുന്നു. പിന്നെ കലിമത്തുൽ മുആദില ലി മെത്തേഡ് എന്നുള്ളതിന് സ്യൂട്ട് ആയിട്ടുള്ള വേർഡ് ഏതാണ്? തൊറായിക്കാണോ, അസാലീബാണോ, സൊർത്താണോ, മനാഹിജാണോ? ഇതിലേതാണ് മെത്തേഡിന് സൂട്ട് ആയിട്ടുള്ള വേർഡ്? ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ്. അസാലീബ് സ്റ്റേൽസ്, സുഹൃത്ത്, പാദം, തൊറായിക്കുകളാണ്. തുർക്കുൻ ത്വരീഖത്തുൻ ജമ തൊറായിക്ക്, ഉസ്ലൂബുൻ ജമ അസാലീബ്, സിറാത്ത്, സുഹൃത്ത്, മനിഹജ്, മനാഹിജ്. പിന്നെ ഹിയൽ കലാമുൽ ബഷറിൽ മൻതൂക്ക് അവിൽ മക്തൂബ്. ഇത് ഏതാണ്? ഹിയൽ കലാമുൽ ബഷറിൽ മൻതൂക്ക് അവിൽ മക്തൂബ്. ലുആണോ, തഅബീറാത്താണോ, ഇത്തിസാലാത്താണോ, തവാസുലാത്താണോ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ? എ അല്ലേ കറക്റ്റ് ആൻസർ? മക്തൂബും മൻതൂക്കും, അതായത് ഭാഷയെ പറ്റിയിട്ടാണ് ഈ ഒരു സെന്റൻസ് പറഞ്ഞത്. ഹിയൽ കലാമുൽ ബഷറിൽ മൻതൂക്ക് അവിൽ മക്തൂബ്. പിന്നെ അടുത്ത വരുന്ന ലഹു ദൗറുൻ കബീറുൻ في تحديد مكانة النظام التربوية في الاستراتيجية التنموية. ലഹു ദൗറുൻ കബീർ, അതിനൊരു വലിയ പങ്കുണ്ട്. ഫി തഹദീദ് മക്കാനത്തു നിലാമു തർബവിയെ, ആ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിന്റെ സിസ്റ്റമാറ്റിക് ആക്കുന്നതിൽ നല്ല പങ്കുണ്ട്. ഫിൽ ഇസ്തിറാത്തീജിയ തന്മവിയ, ഡെവലപ്മെന്റൽ പ്രോസസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇസ്തിറാത്തീജിയ തർബവിയാണോ അല്ലെ തഹ്ദീദോ താലുമിയാണോ? തഹ്ദീദ് തന്മവിയാണ്, തഹ്ദീദുൽ തർബവിയാണോ? ഈ ഒരു എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെടുമ്പം എന്തായാലും തർബവിയായിട്ട് ബന്ധപ്പെട്ടതാവും. അപ്പം തഹ്ദീദ് തർബവ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളവിടെ തഹ്ദീദ് ആയിരിക്കും വരിക. മുന്നേ ഒരു ക്വസ്റ്റ്യൻസ് കണ്ട്. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് തഹ്ദീദു തർബവിയാണ്, ഡി ആണ്. ഓക്കെ, ലഹു ദൗറുൻ കബീറുൻ, അതിനൊരു വലിയ റോൾ ഉണ്ട്. ഫി തഹദീദ് മക്കാനത്തു നിലാമു തർബവിയ, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് ആക്കുന്ന ആ ഒരു ഡെവലപ്മെന്റൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സിസ്റ്റമാറ്റിക് ആക്കുന്ന ആ ഒരു പ്രോസസ് ആണ് തഹ്ദീദ് അല്ലേ? ഇവിടെ തർബവിയാണ്, എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് തഹ്ദീദു തർബവിയാണ്, ഡി. പിന്നെ വരുന്നത് ഹിൽ അമലിയത്തു അല്ലദീ യക്തസിബു ബിഹൽ ബശറുൽ മഹാറത്തു അല ഇസ്തിഖ്ബാലിൽ ലുഅ. ഇത് ദിറാസത്തുൽ ലുഅ ആണോ, തഅല്ലുമുൽ ലുഅ ആണോ, ഇക്തിസാബുൽ ലുഅ ആണോ, തഅലീമുൽ ലുഅ ആണോ? ഇത് ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. സി ആണ്, ഇക്തിസാബുൽ ലുഅ ആണ്. നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇക്തിസാബുൽ ലുഅ. പിന്നെ കൊടുത്ത അമലിയത്തു തദ്രീസിയ അൽ ഹദീസ, മോഡേൺ ടീച്ചിങ് പ്രോസസ്സ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അൽ മുറക്കദത്തു അലൽ മുദരിസീനാണോ, മുറക്കദത്തുൻ അലൽ ദാരിസീനാണോ, മുറക്കദത്തുൻ അലൽ മുഹ്തവിയാത്താണോ, മുറക്കദത്തുൻ അലൽ കുതുബിൽ മുഖററാണോ? ഇതിൽ ഏതാണ് നമ്മൾ ഇന്നത്തെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? ഏതാണ്? ബി ആണ്, മുറക്കദത്തുൻ അലൽ ദാരിസീനാണ്. അപ്പൊ നമ്മൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തിയറീസ് ഉണ്ടല്ലോ, നമ്മളെ സൈക്കോളജിയിൽ തിയറീസ് ഉണ്ടല്ലോ, ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം. അപ്പൊ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ബിഹേവിയറിസം ആണോ അതോ കൺസ്ട്രക്റ്റിവിസം ആണോ?
കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റീവ്സ് ആണ്. അത് അൽ ബിനാഇയ, മറ്റ് സുലൂക്കിയ. അപ്പൊ ബിഹേവിയറിസം ഒന്ന് ഓർമ്മപ്പെടുത്തുക. ബിഹേവിയറിസം സുലൂക്കിയ എന്ന് പറഞ്ഞാലും അവിടെ ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ് ബിഹേവിയറിസത്തിൽ നടക്കുന്നത്. എന്നാൽ കൺസ്ട്രക്റ്റീവിസം അന്നൽറിയത്തിൽ ബിനാഇയ അതിൽ നടക്കുന്നത് സ്റ്റുഡൻറ് സെന്റേർഡ് ആണ്. അവിടെ സ്റ്റുഡൻ്റ് ആവും, സ്റ്റുഡൻ്റ് ആക്റ്റീവ് ആവും, ടീച്ചർ പാസീവ് ആവും. ടീച്ചർ ഒരു ഗൈഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആയിട്ടോ മുസ്തഹീല് മുർഷിദായിട്ടോ ഒക്കെ ടീച്ചർ ആക്ട് ചെയ്യും. എന്നാൽ ബിഹേവിയറിസത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചറാണ് മെയിൻ, സ്റ്റുഡൻസ് പാസീവ് ആണ്, ടീച്ചർ ആക്റ്റീവ് ആണ്. ടീച്ചർ അത് പറയും, സ്റ്റുഡൻസ് അത് അനുസരിക്കും. ആ ഒരു മെത്തേഡാണ് അതിൽ വരുന്നത്, ബിഹേവിയറിസത്തിൽ വരുന്നത്. അവിടെ കൂടുതലായിട്ട് ടീച്ചറുടെ സ്കില്ല് അതാണ് അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ രണ്ടിൻ്റെയും ലീഡേഴ്സിനെ ഒന്ന് നോട്ട് ചെയ്യാം. ബിഹേവിയറിസത്തിന്റെ ലീഡേഴ്സ് നമുക്കറിയാം, വാട്സൺ, പിന്നെ തൊണ്ടേക്ക്, സ്കിന്നർ, അതൊക്കെയാണ്. പിന്നെ നമ്മുടെ കൺസ്ട്രക്റ്റീവ്സത്തിന്റെ ലീഡേഴ്സ് വരുന്നത് പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി, നോൺ ചോംസ്കി. പിന്നെ മിനൽ വസായിൽ സൗത്തിയ, ഓഡിയോ എയ്ഡ്സിൽ പെട്ടത് ഏതാണ്? അല്ല ഹരീത്തയാണോ, മിതിയ ആണോ, സൂറയാണോ, ആൽബം ആണോ? ഇതിൽ ഏതാണ് ഓഡിയോ എയ്ഡ്? ബി ആണ് മിതിയ. ബാക്കി മിതിയ. ഹരീത്ത വിഷ്വൽ എയ്ഡ് ആണ്, സൂറ വിഷ്വൽ എയ്ഡ് ആണ്, ആൽബം വിഷ്വൽ എയ്ഡ് ആണ്. പിന്നെ അതിന വഹദത്തുൽ ലുഗവിയ്യത്തുൻ തുസായിദു അലാ തഅബീരി അൽ മഗാനി വൽ അഫ്കാർ വൽ അവാതിഫു മാഇയ. ഇത് സിമ്പിൾ ആണ്. നമ്മളെ ഫീലിങ്സ്, മഹാനി, അഫ്കാറുകള്, ഇമോഷൻസ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് താഴെയുള്ളതിൽ ഏതാണ്? മുഹാദസ ആണോ, ഹിവാറാണോ, റിസ്മാണോ, ഹിക്കായണോ? അതെ, മുഹാദസ എ ആണ്. അതായത് ലുആയാണ് നമ്മളെ ഫീലിങ്സും മറ്റൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇവിടെ മുഹാദസ. പിന്നെ തുരീദു ബിഹ ജമീഉ തക്നിയാത്ത് അല്ലതി യസ്തഖ്ദിമുഹൽ മുദരിസ് ലിതഅദിയതി അൽ അൻഷിദത്തു ദിറാസിയ ലിൽ വുസൂലി ലിൽ ആറാലിൽ മൻഷൂദ. ടീച്ചർ തന്റെ ക്ലാസ് റൂം ആ ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മുസാബക്കയാണോ, ഇസ്തിറാത്തീജിയാണോ, മുനാക്കഷയാണോ, മുഹാലറാണോ? അതെന്താണ് ടീച്ചർ ഉപയോഗിക്കുന്ന ആ ടെക്നിക്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി. ബി ആണ്. മുസാബക്ക അല്ല, കോമ്പറ്റീഷൻ, മുനാക്കഷ ഡിസ്കഷൻ, മുഹാലറ ലെക്ചറിങ്. അപ്പം ഓപ്ഷൻ ബി ഇസ്തിറാത്തീജി ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മിനൽ അദവാത്തിൽ വസായിൽ തഅലീമിയ ടീച്ചിങ് എയ്ഡ്സിൽ പെട്ടത് ഏതാണ്? ഖിറാഅനോ, അല്ല കിതാബുൽ മുഖററാണോ, കിതാബാണോ, മുത്താലയാണോ? ഇതിൽ ഏതാണ് ടീച്ചിങ് എയ്ഡ്? ബി അല്ലേ, അൽ കിതാബുൽ മുഖററാണ് ടീച്ചിങ് എയ്ഡ് ആയിട്ട് വരുന്നത്. ഖിറാഅ എന്ന് പറഞ്ഞാല് നമ്മള് പറഞ്ഞ LSRW നമ്മളെ സ്കില്ലാണ് വരുന്നത്. കിതാബിൽ സ്കില്ലാണ് വരുന്നത്. മുത്താല എന്ന് പറഞ്ഞാല് റീഡിംഗ് ആണ് വരുന്നത്. പിന്നെ മിനൽ വസായിൽ അസ്സമഇയ്യ അൽ ബസരിയ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ പെട്ടത് ഏതാണ്? ടെലിഫോൺ ആണോ, ലൗഹത്തു തബാസീർ ബോർഡാണോ, തിൽഫാസ് TV ആണോ, അൽ ബിത്താക്ക കാർഡാണോ? ഇതിൽ ഏതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ പെടുന്നത്? ഇതിലേതാണ്? തിൽഫാസ് ആണ്. ബാക്കിയുള്ളതൊക്കെ അതില് ലൗഹത്തു തബാഷിർ, ബിത്വാക്കയുടെ വിഷ്വൽ എയ്ഡ്സിൽ പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളെ നെൽരിയാത്തുകൾ ലേണിംഗ് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കുറവാണ് അല്ലെ. അപ്പം ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് നമ്മളെ സിലബസിൽ ആ ലേണിംഗ് ടീച്ചിങ് എയ്ഡ്സ്, പിന്നെ അതേപോലെ തന്നെ മഹാറാത്തുലുവ, ലാംഗ്വേജ് സ്കിൽസ്, പിന്നെ ഇവാലുവേഷൻ, ഈ ഒരു 3 ഏരിയാസിൽ നിന്നാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നത്. എന്നാൽ ചില വർഷത്തെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ നമ്മൾ തിയറീസിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്യാം. പിന്നെ മാക്സിമം PYQ നമ്മൾ 2023-22 വരെയുള്ള PYQ എങ്കിലും നമ്മൾ നോക്കുക. ടീച്ചർ ഇത് കാറ്റഗറി ഏതാ? ഇത് കാറ്റഗറി 3 ആണ്. ഓക്കെ, 3ലും 4ലും ഏകദേശം സെയിം ക്വസ്റ്റ്യൻസ് ആണ് പെഡഗോജി സെഷനിൽ കണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്ന് എടുത്തേല്? ഇല്ല ടീച്ചർ, ഇത് PYQ ഡിസ്കഷൻ ഗംഭീരായി. ശുക്രൻ ലക്കു, ജസാക്കല്ലാഹു ഖൈറ.
വളരെ വളരെ ഉപകാരം നന്നായിട്ടുണ്ട് ടീച്ചർ. വളരെ ഓക്കെ. അപ്പൊ നമ്മളെ ഈ ഒരു ഇതിൽ നമ്മള് ഓക്കെ വളരെ താങ്ക്സ്. വ്യക്തമായി തീർന്നിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഒന്നും കൂടി നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ടീച്ചിങ് എയ്ഡ് പറഞ്ഞു. അതെന്താണ് നമ്മൾ മനസ്സിലാക്കുക. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന എയ്ഡാണ് ടീച്ചിങ് എയ്ഡ്. പിന്നെ അതിന്റെ 3 കാറ്റഗറി നമ്മൾ നോക്കുക. വിഷ്വൽ എയ്ഡ്സ്, പിന്നെ അതേപോലെ തന്നെ ഓഡിയോ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അതിന്റെ അറബി വേർഡ് നമ്മൾ നോക്കുക. ഇപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ അവിടെ അൽ വസായിലിൽ മർഇയാൻ മാത്രം വരുന്നുണ്ട്, ബസരിയ വരുന്നില്ല. അപ്പൊ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരും, അത് വിഷ്വൽ എയ്ഡ് ആണോ അതോ വേറെ എയ്ഡ് ആണോ, നമ്മൾ കൺഫ്യൂഷൻ വരും. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ വരുന്നത് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ നമ്മൾ നോക്കുക, ആ ഒരു ടൈപ്പ് നോക്കുക, അതിന്റെ പേര് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. തക്വീന് തഷ്കീൽ ചെയ്യും. ആ ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിഹായത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സമ്മേറ്റീവ് ആവും മനസ്സിലാക്കുക, അല്ലെങ്കിൽ ടെർമിനൽ ആവും മനസ്സിലാക്കുക. ബൈന എന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് ആവും മനസ്സിലാക്കുക. പിന്നെ മുസ്തമിർ എന്ന് വരികയാണെങ്കിൽ അവിടെ CC ആവും മനസ്സിലാക്കുക. ആ ഒരു 3 വേർഡ് വെച്ച് നമുക്കത് മനസ്സിലാക്കാം. ഒന്നും കൂടി പറയാം, നിഹായത്ത് എന്ന് പറഞ്ഞാൽ സമ്മേറ്റീവ് ആവും. ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിഹായത്തുൽ ഫസ്ലു ദിറാസി എന്ന് പറയുമ്പോൾ ആ നിഹായത്ത് കണ്ടാൽ നമ്മളത് സമ്മേറ്റീവ് ആണ് അല്ലെങ്കിൽ ടെർമിനൽ ആണ്. എന്നാൽ ബൈന അത് വരാൻ അല്ലെങ്കിൽ ബൈന എന്ന് വന്നാൽ ഒന്നെങ്കിൽ ഫോർമാറ്റീവ് ആവും, അല്ലെങ്കിൽ ഫോർമാറ്റീവിന്റെ ഓപ്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് CC ആവും, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ ആവും. അത് മനസ്സിലാക്കാം. പിന്നെ വരുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അവിടെ നമ്മൾ ആ ഒരു വേർഡ് തന്നെ നമ്മൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നതാണ്. അത്തക്വീമ തശഹുസിയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വരുന്നത്. പിന്നെ അവിടെ നമ്മളൊരു വേർഡ് നമ്മൾ ആലോചിക്കേണ്ടത് തദ്രീസ് അൽ ഇലാജിയാണ് റെമഡിയൽ ടീച്ചിങ്. അത് നമ്മൾ ആ ഒരു നമ്മളെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. എന്താണ് ഒരു കുട്ടികളെ ലേണിംഗ് ഡിഫിക്കൽട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതിന്റെ ഫലമായിട്ട് ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് റെമഡിയൽ ടീച്ചിങ്, തദ്രീസ് അൽ ഇലാജി. പിന്നെ ലുവായുടെ വലായിഫുകളും ഇതിൽ കൂടുതലായിട്ട് ചോദ്യം കണ്ടിട്ടുണ്ട്. ലുവയുടെ വലീഫത്തിൽ പെടാത്തതാണ് ഒന്ന് അൽ വലീഫത്തു അൽ മാലിയ. പിന്നെ നമ്മൾ അൽ മഹാറാത്ത് നമ്മൾ അത് LSRW തന്നെ നമ്മൾ ഓർത്ത് വെക്കുക. ആ ഒരു ഓർഡറിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു ഓർഡർ കറക്റ്റ് ആയി എഴുതാനുള്ളത്. ഫസ്റ്റ് ലിസണിങ് ആണ് വരുന്നത്, പിന്നെ സ്പീക്കിംഗ് ആണ് വരുന്നത്, പിന്നെ റീഡിംഗ് ആണ് വരുന്നത്, പിന്നെ റൈറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ 2 ടൈപ്പുകൾ നോക്കുക. ഒന്ന് അൽ ഖിറാഅത്തു, ഒന്ന് അൽ മഹാറത്തു അൽ ഇസ്തിഖ്ബാലിയ റിസപ്റ്റീവ് സ്കില്ല്, പിന്നെ എക്സ്പ്രസീവ് സ്കില്ല്. റിസപ്റ്റീവ് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന സ്കില്ലുകളാണ്. നമ്മൾ ലാംഗ്വേജ് നേടാതെ നമ്മൾ കേട്ടാണ് ഇസ്തിമാവും വരുന്നുണ്ട്, പിന്നെ അൽ ഖിറായും വരുന്നുണ്ട്. പിന്നെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് തക്കല്ലുമ് അൽ കിതാബ, അതാണ് വരുന്നത്. ശുക്രൻ ലേ ഹുസ്നി. ഹലോ, ഏത് ഇസ്തിറാത്തീജിയാന്ന് പറഞ്ഞാൽ ഇസ്തിറാത്തീജി അല്ലെങ്കിൽ തുർക്കു തദ്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചിങ് ലേണിംഗ് ഇപ്പൊ ഒരു ടീച്ചർ ഫോളോ ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ടീച്ചിങ് ടെക്നിക്സിനെയാണ് നമ്മൾ ഇസ്തിറാത്തീജിയ എന്ന് പറയാം, സ്ട്രാറ്റജീസ്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ഓരോ ടീച്ചേഴ്സിനും ഓരോ ഇത് കുറച്ച് ഇതിന്റെ കുറെ മെത്തേഡുകളുണ്ട്. ഓരോ ടീച്ചേഴ്സും ഓരോ മെത്തേഡാവും ഉപയോഗിക്കുക അല്ലെ. അപ്പം ഫോർ എക്സാമ്പിൾ കുറെ മെത്തേഡ്, ചില ഇൻഡക്റ്റീവ് മെത്തേഡ്. ചില ടീച്ചേഴ്സ് ഇപ്പോൾ നമ്മൾ അറബിക്ക് നമ്മൾ മനസ്സിലാക്കാം, ഒരു ടീച്ചർ ഗ്രാമർ എടുക്കുകയാണ്. ആ ഒരു ഗ്രാമർ ചില ടീച്ചേഴ്സ് എന്താവും, ഫസ്റ്റ് അംസിൽ പറഞ്ഞു ഉദാഹരണം പറഞ്ഞിട്ട് പിന്നെ കായികയിലേക്ക് നീങ്ങും. എന്നാൽ ചില ടീച്ചേഴ്സ് അങ്ങനെ ആവില്ല, ഫസ്റ്റ് കായിക പറഞ്ഞിട്ട് പിന്നെ അംസിലേക്ക് നീങ്ങും. അപ്പം അതൊരു സ്ട്രാറ്റജിയാണ്. പിന്നെ ചില ടീച്ചേഴ്സ് ലെക്ചറിങ് മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുക. ആ ടീച്ചർക്ക് അതായിരിക്കും കംഫർട്ട്, അപ്പൊ ലെക്ചറിങ് മെത്തേഡ് ആവും. ചില ടീച്ചേഴ്സ് അത്തവാസുലിയ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ഈ തഫാവുലിയ ഇന്ററാക്റ്റീവ് മെത്തേഡ്. അപ്പം ഓരോ ടീച്ചറും ഫോളോ ചെയ്യുന്ന ടീച്ചിങ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡിനെയാണ് സ്ട്രാറ്റജീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആ ഒരു ടീച്ചിങ് മെത്തേഡ്സിൽ ടീച്ചിങ് എയ്ഡ്സ് ഉൾപ്പെടും. ആ ടീച്ചർ ഫോളോ ചെയ്യുന്ന എല്ലാ ടീച്ചിങ് മെത്തേഡ്, സ്റ്റൈൽസ്, ടെക്നിക്കുകളൊക്കെ മൊത്തത്തിൽ പറയുന്നതാണ് സ്ട്രാറ്റജീസ്.
മനസ്സിലായോ? ഓക്കെ ടീച്ചറെ, ശുക്രൻ ലക്ക്, ജസാക്കല്ലാഹു ഖൈറൻ. ഓക്കെ, ഇൻഷാല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളെ മാക്സിമം നമ്മൾ എടുക്കുക, ബാക്കി തവക്കൽത്തല്ല. ഓക്കെ, ഇൻഷാല്ലാ, മാഷാ അല്ലാഹ്. മബ്റൂക്ക് മബ്റൂക്ക്. ഓക്കെ, ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഓരോ ഏരിയാസ്. അപ്പം അതൊക്കെ മാക്സിമം കാണാൻ നോക്കുക. ഇപ്പം തഖ്വീം, ഇവാലുവേഷൻ, അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് ആ ഏരിയാസിൽ നിന്ന് മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുക, കേൾക്കുക, പഠിക്കുക. ഓക്കെ, ഇൻഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.